ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 861 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത വിലാപങ്ങൾ 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് കർത്താവിൻ്റെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. കുറച്ച് ദശകങ്ങളായി ഒരു പുതിയ വാക്ക് നമ്മുടെ സിനിമ പദസഞ്ചയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പുനരാവിഷ്കാരം. ഒരു പഴയ കഥയെടുത്തിട്ട് അതിനെ പുതുതായിട്ട് അവതരിപ്പിക്കുന്നു. അത് ചിലപ്പോൾ വീരകഥയാകാം, ചിലപ്പോൾ പുരാണകഥയാകാം, ചിലപ്പോഴൊക്കെ അധികം കേട്ടിട്ടില്ലാത്ത ഒരു കഥയെടുത്ത് പുതുതായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഏത് വിധത്തിലുള്ള കഥയാണ് എങ്കിലും അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറ്റപ്പെടുകയാണ്. പുതിയ നിയമത്തിൽ ശുദ്ധമുള്ള യോഹന്നാൻ 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ യേശു വന്നിരിക്കുന്നത് ഒരു പുതിയ കാര്യവുമായിട്ടാണ് എന്ന് വ്യക്തമാക്കുന്നു. അത് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. പ്രിയമുള്ളവരെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഓരോ ദിവസവും പുതുതാക്കപ്പെടുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിന് ഓരോ പുതിയ ദിവസത്തിലും നമ്മിൽ പാപക്ഷമയും പുതിയ ജീവനും പ്രത്യാശയും പകരുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതകഥയും ഓരോ ദിവസവും പുനരാവിഷ്കരിക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. അങ്ങനെ പുതുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ കർത്താവിനോട് ഒത്തുള്ളതായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.